പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 10 and 11 രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്നെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പൊന്തിയാസ്, ഗലാത്തിയ, കപ്പദോക്കിയ, ആസ്യ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് എഴുതിയ ലേഖനമാണ് പത്രോസിൻ്റെ ലേഖനം. ആ ലേഖനത്തിനകത്ത് പത്രോസ് അപ്പോസ്തലൻ ഈടുറ്റ ധാരാളം സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് 1-ാം അധ്യായം നമ്മൾ സസൂക്ഷ്മം പഠിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, 1-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഒരു കാര്യം ചിത്രീകരിച്ച് എഴുതിയിട്ടുണ്ട്, എടുത്ത് വിവരിച്ചിട്ടുണ്ട്. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവസത്യത്തിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് പറയാം, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്തിനാണ് ഈ സഭയിലുള്ളവരോട് ചോദിക്കാം, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. 2-ാം അധ്യായത്തിൽ ഇച്ചിരുടെ ശ്രേഷ്ഠമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ശിശുവിനെ പോലെ അങ്ങനെ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കൾ വചനമെന്ന മായമില്ലാത്ത പാല് വലിച്ചു കുടിക്കണം. എന്നിട്ട് പത്രോസ് പറയുക, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇട്ടിരിക്കുന്നു. ആരാ കല്ല്? ക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, ആ ജീവനുള്ള കല്ലായവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കും ജീവൻ പ്രാപിക്കും. സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തെയും ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് ഉപദേശമായത് മുഴുവൻ. ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. സ്തോത്രം. ഭാര്യമാരെ വായിച്ചേ 3:1. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ഭാര്യയോട് പറയാണ്, ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. അവരിൽ വല്ലവരും ഇവിടെ ദൈവകൃപയാൽ എല്ലാവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരായി ഇവിടെ ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുക. അല്ലാത്ത വല്ലവരും ഉണ്ട്, കീഴടങ്ങണം. അത് ഒരു ഉപദേശം പോലെ പറയാം. പിന്നെ ദൈവത്തിന് അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, നിങ്ങളുടെ ഭർത്താവ് ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവനോട് സുവിശേഷം പറയാം, 10 ഉപദേശിമാരെ ഒന്നും വീട്ടിൽ വരുത്തണ്ട, മറിച്ച് നിന്റെ നിർമ്മലമായ നടപ്പ് കണ്ട് അവനും നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരും. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിന്റെ നടപ്പും ഇരിപ്പും സംസാരവും ഭാവവും പൊങ്ങച്ചം കാണുമ്പോഴല്ല, എളിമത്വവും താഴ്മയൊക്കെ കാണുമ്പോൾ ഇവള് എങ്ങനെ ഇങ്ങനായേ, ഇവള് വിളിക്കുന്ന ദൈവത്തെ എനിക്കുണ്ടെന്ന് വേണമല്ലോ എന്ന് ഭർത്താവ് പറയുമെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം.